ഞാനും അൻസാറും തമ്മിലുള്ളൊരു വീഡിയോകളിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുട്ടിയും പാരൻറ്റും തമ്മിലുള്ളൊരു മാനസികാവസ്ഥകൾ, അതിൻ്റെ ചില പ്രിപ്പറേഷൻസുകൾ, അതിൻ്റെ ചില ദൂഷ്യഫലങ്ങൾ തന്നെയാണ്. ഇത് അൻസാറിൽ നിന്ന് കേൾക്കുമ്പോൾ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ അൻസാർ ഒരു ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലാണ്ട് വെറുതെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്നാണ് പറയണത്. ഞാനൊരു വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, അതായത് ഇപ്പോൾ ഞാൻ എപ്പോഴും അപ്പൂനെ നമ്മൾ കോട്ട് ചെയ്യുന്ന എൻ്റെ മോനോട് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ അവൻ്റെ ഓരോ കാര്യത്തെയും ഞാൻ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ പാരൻറ്റ് അവഗണിക്കുകയാണ്. അപ്പോൾ അവനെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന പോലത്തെ ഒരു സാധനം പോടാ ഓരോ സാധനം കൊണ്ട് വന്നേക്കണം, ഇതിനൊക്കെ കുറേ പണിയപ്പോൾ പഠിച്ചടാ എന്ന് പറയുന്നതിനേക്കാൾ അത് അവഗണനയാണല്ലോ. അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഭയങ്കര വലുതല്ലേ, അതിൻ്റെ ദൂഷ്യഫലം അല്ലേ? അതെങ്ങനെയായിരിക്കും ഈ കുട്ടീനെ പിന്നീട് ബാധിക്കുക? എന്തായിരിക്കും അൻസാറിന് അതിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് ആക്ച്വലി? അതിലാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ മക്കൾ ചിന്തിക്കണം എന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പറയാൻ പാടില്ല. കാരണം ഇപ്പോൾ ഇബാദ്ക്കൻ്റെ കുട്ടി ഒരു മോഡലായിട്ട് വരുമ്പം ഇബാദ്ക്ക ആ ലെവലിലേക്ക് ചിന്തിക്കാൻ താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണ് അവഗണിക്കണേ. അല്ലേ? അത് അവൻ പറഞ്ഞ കാര്യം എന്താന്ന് കേൾക്കാനും അത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ നിൽക്കാതെ നമ്മളെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന കാലം അവർ പഠിക്കുന്ന കാലം എൻ്റെ ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഡിഗ്രികളും അതുപോലെ പ്ലസ് ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ നല്ല കോളേജിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ അവർ ജോലിക്ക് കയറും, കമ്പനിയിലൊക്കെ ജോലിക്ക് കയറാൻ പറ്റും, കഴിവുണ്ടെങ്കിൽ കയറാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം കൊടുത്തിട്ട് എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഇതിലൊരു നെഗറ്റീവ് എന്താ വെച്ചാൽ, ചില കുട്ടികൾ എന്താ വെച്ചാൽ ഈ ഉത്തരവാദിത്തത്തിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഞാൻ ബയോളജി പഠിക്കണില്ല, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയും. അപ്പൊ എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് എല്ലാവർക്കും പഠിക്കണം, അതായിട്ട് പഠിക്കൂല എന്നിട്ട് അടുത്ത് പോകും. അങ്ങനെ എന്താ പറയാ, അവരുടെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തോണ്ട് സ്കിപ്പ് ചെയ്തു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞ എല്ലാം കേട്ട് അതുപോലെ ചെയ്യുക എന്നതല്ല അർത്ഥം. അതിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസും കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെതായ ടീച്ചേഴ്സിനോടോ ആരോടോ സംസാരിച്ച് അവരുടെ ഒപ്പീനിയനും കൂടി തേടിയിട്ട് അത് നമ്മൾ മക്കൾക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പ്രാക്ടിക്കലാക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ കേൾക്കാതിരിക്കരുത്. കേൾക്കാതിരുന്നാൽ അവർ 1, 2, 3 വട്ടം നമ്മളോട് പറയുമ്പോൾ കേൾക്കാതിരുന്നാൽ അവർ പിന്നെ തീരെ നമ്മളോട് എന്ത് ചെയ്യാതാവും, പറയാതാവും. ആ പറയാതെ പോകുന്ന അവസ്ഥ വളരെ ഭീകരമായൊരവസ്ഥയായിരിക്കും. കാരണം പിന്നീട് നമുക്ക് അവരെ കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരു കാലത്ത് ഒരു പക്ഷെ എന്ത് ചെയ്തോളണമെന്നില്ല, കിട്ടില്ല. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ അവർ കേൾക്കണം, നാളെ അവരൊന്ന് പറയുക കേൾക്കേണ്ട ആളുകൾ നമ്മളായിരിക്കും. കാരണം കുറച്ചുകൂടി നമ്മളെക്കാൾ അവർ ഉയർന്നു വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടി വരും. ആ സമയത്ത് അവർ നമ്മൾ പറഞ്ഞ അവർ അത് കേൾക്കാൻ സാധ്യതയില്ല. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ എപ്പോഴും നമ്മൾ കുട്ടികളെ കേൾക്കാൻ തയ്യാറാകണം. എന്നിട്ട് തീരുമാനം എടുക്കാൻ തയ്യാറാണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. തീരുമാനം നമ്മളെല്ലാവരും കൂടി അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്ക് എന്താ അറിയോ, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ യാതൊരു തരത്തിലുള്ള സമയവുമില്ല. എൻ്റെ കുട്ടി പഠിക്കണം എന്ന് പറയും. എങ്ങനെ പഠിക്കണം എന്നുള്ളത് എന്ത് ചെയ്യണില്ല, അവർ തീരുമാനിക്കണില്ല. ഇനി ചില രക്ഷിതാക്കളുണ്ട് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കും. ഇപ്പം നമ്മളെ സ്ഥാപനത്തിൽ കുറേ കുട്ടികളെ കൊടുന്നാക്കും. സ്വാഭാവികമായിട്ടും അത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും അവരെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കണം. അത് സാധിക്കില്ല. അവരിങ്ങനെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഷെഡ്യൂൾ ചെയ്ത് അതിങ്ങനെ കൊണ്ടുപോയി അവസാന റിസൾട്ടിലേക്ക് ആക്കാൻ നോക്കുമ്പോൾ അവർക്ക് അതിൻ്റെ നോളജ് ഉണ്ടായേക്കാം. എന്നാൽ പോലും അവരിങ്ങനെ ഓരോ സജഷൻസും കാര്യങ്ങളും പറയുമ്പോൾ ചിലതൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, അംഗീകരിക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സംവിധാനത്തിൽ നമ്മൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സംവിധാനം പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി അത് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുക. സംവിധാനത്തിൽ കൊടുത്താലും അനാലിസിസ് ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള കുറവ് എന്ത് ചെയ്യരുത്, വരുത്തരുത്. നല്ലോണം ഒബ്സർവേഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. വേണം. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ലൈഫിൽ ഞാൻ നമ്മളെ മോൻ സിനിമ കാണാൻ സിനിമക്ക് പോകാമെന്ന് പറയും. അപ്പം ഞാൻ സിനിമക്കൊന്നും പോകണ്ട പറയും. അപ്പോൾ എൻ്റെ വൈഫ് പറയും, നിങ്ങൾ അവനെയും കൊണ്ടൊരു സിനിമ കൊണ്ടേ കാണിക്കണം, നമുക്ക് എല്ലാവർക്കും ഒന്ന് പോവാം. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമകളാണെങ്കിൽ നമ്മൾ പോയി കാണാം. ഇനി നമ്മൾ പിള്ളേരെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പിള്ളേർ എങ്ങനെയെങ്കിലുമൊക്കെ പോകും. അതാണ് കാലഘട്ടം. എന്ത് കാണണമെന്നും എന്ത് കാണിക്കണമെന്നും നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം നമ്മളത് കാലത്തിനനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യലാണ് ഏറ്റവും ബ്രില്യൻറ്റ്. അല്ലേ? കറക്റ്റാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ രീതിയിൽ എന്തായാലും എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തിട്ടും കുഴപ്പമില്ല എന്ന് കാണുമ്പോൾ കൂടുതൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരെന്ത് ചെയ്യും, താല്പര്യം കാണിക്കും.
നിങ്ങൾക്ക് സിനിമ കാണുന്ന അവൻ സിനിമ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് അവൻ പോയി കണ്ടു. പിന്നെ പിടിക്കപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇതുപോലത്തെ പല കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യും, താല്പര്യം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ മാക്സിമം നമ്മളെ ഒപ്പം ഇരുത്തിക്കൊണ്ട് മക്കളെ എല്ലാം എക്സ്പീരിയൻസ് അത് ചെയ്യിപ്പിച്ചിട്ട് അതിൽ ബെറ്റർ ഏതാന്ന് അവർക്ക് മനസ്സിലാക്കുക. അവർക്ക് തന്നെ ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയും. അപ്പോൾ അത് കറക്റ്റ് ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കണം ആണല്ലേ. അപ്പൊ നമ്മളെ കുട്ടികളെ കേൾക്കുക, അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ കേട്ടിട്ട് അത് നല്ലതാണെങ്കിൽ അവർക്ക് സാധിച്ചു കൊടുക്കുക. അതിലൊരു ചെറിയൊരു സംഗതി എന്താ വെച്ചാൽ ഈ മൊറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ കുട്ടിക്ക് വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഭയങ്കരമായിട്ട് മോറൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഭയങ്കര ഷെഡ്യൂൾ ചെയ്ത് പോകണമെന്നായിരിക്കും എന്തുണ്ടാവുക, ആഗ്രഹം ഉണ്ടാവുക. പക്ഷെ മക്കൾ അത് അക്സെപ്റ്റ് ചെയ്യണില്ല എങ്കിൽ അത് ഭയങ്കര മോശം അവസ്ഥയ്ക്ക് എത്താം. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് കുട്ടിയെ ഫുൾ ടൈം മോറൽ കാര്യങ്ങളും സംവിധാനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയും. പക്ഷെ കുട്ടിക്ക് ഒരു തരത്തിൽ അതിനോട് എന്തില്ല താല്പര്യം. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ പ്രാഗിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ വെറുത്തുകൊണ്ടായിരിക്കും അവൻ എന്ത് ചെയ്യുക. ആരുമില്ലാത്ത സമയങ്ങളിൽ കൂടുതൽ തെറ്റിലേക്ക് പോകാൻ ചിലപ്പോൾ അത് കാരണമാവും. അത് നമ്മൾ അതൊക്കെ എല്ലാം എന്താണ് എന്ത് കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. അല്ലാതെ ഇഷ്ടമില്ലാത്തൊരു സംവിധാനത്തിൽ കൊണ്ടാക്കിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ നഷ്ടപ്പെടും. അതാണ് സംഭവിക്കുക. ഇതെല്ലാവരും നമ്മുടെ ആൾക്കാർ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. അൻസാർ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ അൻസാറിന്റെ ഈ ഹാർവേഡ് സ്കൂളുമായിട്ട് നമ്മൾ ഈ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും അൻസാറിനെ ഓപ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്, പക്ഷെ കുട്ടികൾ എല്ലാവരും പലതാണ്. അപ്പോൾ വീണ്ടും ഇരിക്കണം. താങ്ക് യു.